എൻ്റെ ഒരു ജേർണി ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഒരു കാരണവശാലും ഞാൻ എത്തുന്നു വിശ്വസിച്ച ഒരു മേഖലയല്ല മൈലേജ് സ്റ്റേജ്, ഡയറക്റ്റ് സെല്ലിംഗ്. കാരണം ഒരിക്കലും ഞാൻ ഈ ബിസിനസ്സിൽ എത്തുന്നു വിചാരിച്ച ഒരു വ്യക്തിയല്ല. ഒരിക്കലും ഞാൻ ഡയറക്റ്റ് സെല്ലിംഗ് ചൂസ് ചെയ്യുന്നു വിചാരിച്ച വ്യക്തിയല്ല. കാരണം എന്താണെന്ന് അറിയുന്നത്? കാരണം എന്താ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, ഒട്ടും താല്പര്യമില്ലാത്തൊരു മേഖലയാണ് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. പണ്ട് മുതലേ നമ്മൾ ഒരുപാട് കഥകളെല്ലാം ഇങ്ങനെ കേൾക്കൂലേ? അപ്പോൾ ഒന്നുമില്ല, ഒരു എക്സാമ്പിൾ പറയട്ടെ. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറമുള്ള ഒരു വ്യക്തി, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നമ്മൾ മാർക്കറ്റിലേക്കെല്ലാം ഇങ്ങനെ തോളിൽ കേട്ടിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുക. എൻ്റെ കൂട്ടുകാരനാണ്. അവൻ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നാട്ടിൽ അവൻക്ക് ഏറ്റവും കൂടുതൽ പാല വെച്ച വ്യക്തി ഞാൻ. എന്തിനാ? എനിക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സുകളിലൊന്നും ഒരു വിശ്വാസമില്ല. എന്നാൽ ഞാൻ എങ്ങനെ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് എത്തി എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതിന് ആദ്യം തന്നെ സർവശക്തനായിട്ടുള്ള ദൈവത്തിന് ഞാൻ നന്ദി പറയാണ്. കാരണം ഇത്രയും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമാക്കിയത്. അടുത്തതായിട്ട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റാർക്കുമല്ല, ഞാൻ ഈ ബിസിനസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിച്ച ഒരാളുണ്ടാവില്ലേ? ഹലോ, ഏതോ ഒരു മനുഷ്യൻ എന്നെ ഈ ബിസിനസ്സിൽ എത്തിക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? ആ മനുഷ്യനാണ് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. മറ്റാരുമല്ല, എൻ്റെ ലീഡർ, എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി മുബാറക് സാറിന് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുബാറക് സാർ ഏറ്റവും കൂടുതൽ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഷ്ടപ്പെട്ടത് ആരെയും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാണ്ട് പറയാൻ സാധിക്കുക എങ്ങനെയാണ്. ഇനി എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയാം. ഞാൻ ഒരു കോഴ്സ് കഴിഞ്ഞ്, മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞ്, എന്നിട്ട് ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയറിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സൊക്കെ ബാംഗ്ലൂർ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് എപ്പം ബിസിനസ് ചെയ്യണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹം. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നത്? നമ്മുടെ ചുറ്റും ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നത് ആരാ? ഒരാൾക്കൊരു തർക്കമില്ല അല്ലേ? കാരണം എന്താ? വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ബിസിനസ് ചെയ്യുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഭയങ്കര മനോഹരമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് എന്തെങ്കിലും ചെയ്യണം. കാലാകാലം ആർക്കെങ്കിലും കീഴിൽ നിന്നുകൊണ്ട് ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ബോധ്യം അന്ന് തന്നെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിറങ്ങിയ കുറച്ച് ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു സ്ഥലത്ത് ജോബൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സാധ്യത ബിസിനസ് ചെയ്യണം. അങ്ങനെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കൂടിയിട്ട് ഒരു ഷർട്ട് കമ്പനി തുടങ്ങാനുള്ള തീരുമാനത്തിലെത്തി. കാരണം പഠിച്ച മേഖലയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഷർട്ട് കമ്പനി തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോഴാണ് ഈ ഷർട്ട് കമ്പനി തുടങ്ങി പരാജയപ്പെട്ട ഒരു വ്യക്തിനെ ഞാൻ പരിചയപ്പെടും. സ്വാഭാവികമായിട്ട് അദ്ദേഹം എന്താ എനിക്ക് പറഞ്ഞില്ല, ഫുള്ള് ഡെഡ് സ്റ്റോക്ക് ആണ്, ഈ പരിപാടിയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നഷ്ടമാകും, അപ്പം മൂടുപോയി. ഹലോ, അങ്ങനെ ആ മിഷൻ അവസാനിപ്പിച്ചു. പക്ഷെ പഠിച്ച മേഖലയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു പവർ വേണം. എന്നാലും നമുക്ക് IT ബിസിനസ് എല്ലാം ചെയ്യാൻ പറ്റും. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. ഭയങ്കര ക്ലോസാണ്. നമ്മൾ അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധമൊന്നുമല്ല, അത്രയും നല്ല റിലേഷനാണ് നമ്മൾ. അദ്ദേഹം ഇൻഫോസിസിലേക്ക്, അതായത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണ്, അദ്ദേഹം ഇൻഫോസിസിലേക്ക് പ്ലേസ്ഡ് ആയി. അവിടെ നല്ല പോസ്റ്റ്, നല്ല സാലറിയുള്ള ജോബ് ഇൻഫോസിസിൽ കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോസിസ് അറിയായിരിക്കുമല്ലോ. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്. ഒന്നുമില്ല, എൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. എന്തൊക്കെയാണ് ഇജാസ്, സുഖം തന്നെയല്ലേ, എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു. ഇത് അദ്ദേഹം എന്നോട് പറയാണ്, എടാ എനിക്ക് കുറേ ക്ലയന്റുകളുമായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോ നീ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്താണ്. ആരോടാ ചോദിക്കുന്നത്? നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന പോലെയാണ് ഞാൻ ഈ സബ്ജക്റ്റ് കേൾക്കുന്നത്. കാരണം എന്നോട് ചോദിക്കുകയാണ്, നമുക്കൊരു IT കമ്പനി തുടങ്ങിക്കൂടെ, എനിക്ക് ഒരുപാട് ആളുകളായിട്ട് നല്ല ബന്ധമുണ്ട്, ഒരുപാട് പ്രൊജക്റ്റുകൾ കിട്ടും, നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ജോബ് റിസൈൻ ചെയ്യാതെ എന്നെ ചെയ്യാൻ പറ്റുന്നൊക്കെ ആള് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു ഓക്കെ. കാരണം എനിക്ക് ഇങ്ങനെ ഒരാളെ ഒപ്പരം വേണ്ടേ, ഇത്രയും നല്ലൊരു ബ്രെയിൻ എൻ്റെ ഒപ്പരം ഉണ്ടെങ്കിൽ എനിക്ക് തുടങ്ങാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻറ്റ്. ഞാൻ അദ്ദേഹത്തിനോട് അപ്പം തന്നെ എസ് പറഞ്ഞു. അപ്പൊ അദ്ദേഹം രണ്ടാമത് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ കാര്യം അറിയാമോ? ഇൻവെസ്റ്റ്മെന്റ് നീ ചെയ്യണം. ആര് ചെയ്യണം? ഞാൻ ചെയ്യണം ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഞാൻ ചോദിച്ചത് എത്ര വരും? തുടക്കത്തിൽ ഒരു 20 കണ്ടാൽ മതി എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കാം 20,000 രൂപയ്ക്ക് ഇപ്പൊ എന്ത് കമ്പനിയാണ്? പക്ഷെ അത് 20,000 അല്ല, 20 ലക്ഷം. കാരണം സ്വാഭാവികമായിട്ടും ഒരു IT കമ്പനിക്ക് അതിൻ്റെതായ കമ്പ്യൂട്ടർ സിസ്റ്റം, അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഓഫീസ്, ഇതൊക്കെ വേണം. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു 20 ലക്ഷം കാണേണ്ടി വരും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യൂല, പക്ഷെ ഞാൻ വർക്ക് സപ്പോർട്ട് വർക്കിംഗ് പാർട്ണറായിട്ട് നിൽക്കും, നീ അത് കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലൊക്കെ പോയി വീട്ടുകാരോടൊക്കെ സംസാരിച്ച്, വീട്ടുകാരോട് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി എൻ്റെ കൂടെ ഉണ്ടെന്നും കൂടി പറഞ്ഞ്, ആ സമയത്ത് അവരൊക്കെ അവരുടെ എൻ്റെ ഉമ്മാൻ്റെ കയ്യിലുള്ള ഓർണമെന്റ്സ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ ഞാൻ കുറച്ച് സുഹൃത്തുക്കളോട്, അവർ കല്യാണത്തിനൊക്കെ വേണ്ടി മാറ്റി വെച്ചേക്കുന്നതിന് കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഏകദേശം 20 ലക്ഷം രൂപക്ക് അടുത്ത് അറേഞ്ച് ചെയ്തു. വൈൻ ലീഫ് ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കൂടെ പഠിച്ച 8 പേർക്ക് ജോലിയും കൊടുത്തു. ഹലോ, നിങ്ങൾക്ക് എത്രത്തോളം ഇത് അഭിമാനമായിട്ട് തോന്നുന്നുണ്ട്? എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം അത് ആർക്കാ ജോലി കൊടുക്കുന്നത്? ആരാ ജോലി കൊടുക്കുന്നത്? ഞാൻ. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള കുറെ ആളുകൾ, നമുക്കറിയാം IT ഫീൽഡിലുള്ള ആളുകൾ തന്നെയാണ് എൻ്റെ കൂടെ പഠിച്ച ആളുകൾ. അപ്പോൾ അവർക്ക് ജോബൊക്കെ കൊടുത്ത് അങ്ങനെ കമ്പനി ഇനാഗുറേറ്റ് ചെയ്ത്, എൻ്റെ മരുമോനാണ് ഇനാഗുറേറ്റ് ചെയ്തത്, കൊല്ലട മോനാണ്, ചെറിയ മോനാണ് ഇനാഗുറേഷൻ ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1.5 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമ്പനികളുടെ പല പ്രൊജക്റ്റുകൾ നമുക്ക് കിട്ടി. അത്യാവശ്യം നഷ്ടമൊന്നുമില്ല, പക്ഷെ പ്രോഫിറ്റ് ഒന്നും മാറ്റി വെക്കാനില്ലെങ്കിലും സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പറ്റുന്നുണ്ട്, ബോണസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെവലിലാണ് പോയത്. ആദ്യത്തെ എത്ര വർഷം? 1.5 വർഷം. പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയുമോ? പിന്നെ തീരെ വർക്കില്ലാതെ. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പറ്റണ്ടേ? പറ്റില്ല. കാരണം എന്താ? വർക്കുകളില്ലാതായി. അപ്പോൾ മൊത്തത്തില് ഫിനാൻഷ്യലി ടൈറ്റ് വരാൻ തുടങ്ങി. പിന്നെ സ്റ്റാഫൊക്കെ ആ സമയത്ത് ഒപ്പരം പഠിച്ച ആളുകളെ ജോലിക്ക് നിർത്തിയതിന്റെ ഒരു ഗുണം മനസ്സിലായി. എന്താ? അവര് സാലറി ചോദിച്ചിട്ട് വരും, ഞാൻ എൻ്റെ കഥകളെല്ലാം പറയും. അപ്പൊ അവര് കുറേ സമയം എൻ്റെ സങ്കടങ്ങളെല്ലാം കേൾക്കും. പിന്നെ അവര് പിരിവിട്ടിട്ട് എന്നെ സഹായിച്ചാലോ എന്നുള്ള ചർച്ച വരും. ആ ലെവലിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇടയ്ക്ക് റീതിങ്ക് ചെയ്യാൻ തുടങ്ങി. എന്താ റീതിങ്ക് ചെയ്യാൻ തുടങ്ങിയേ? ഞാൻ ഇങ്ങനെ പോയാൽ എവിടെ എത്തുന്നു? നമ്മൾ അങ്ങനെയില്ല, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു സ്വഭാവമില്ല നമുക്ക്, ഇല്ലേ? ഞാൻ ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിക്കുമ്പോൾ ടെൻഷൻ വരും, ഞാൻ ചിന്തയൊക്കെ നിർത്തിക്കളയും. ഈ സമയത്ത് എൻ്റെ ലൈഫിൽ ഞാൻ മൈലേജ് സ്റ്റേജിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, അവൻ്റെ പേര് അൻവർ എന്നാണ്. ഈ അൻവർ കാരണമാണ് ഞാൻ മൈലേജ് സ്റ്റേജിലേക്ക് എത്താൻ കാരണം. വേറൊന്നുമല്ല, എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. പൈസ റോൾ ചെയ്യാൻ തുടങ്ങി. കാരണം പല പല ആവശ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ബില്ല്, മറ്റ് സംഭവങ്ങൾ എല്ലാത്തിനും നമ്മുടെ സുഹൃത്തുക്കളെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിക്കാൻ തുടങ്ങി. ബിസിനസ് ചെറിയ ചെറിയ വർക്കുകൾ കിട്ടാൻ തുടങ്ങി. അതായത് എന്തൊക്കെയാ? ചെറിയ ചെറിയ പിന്നെ നമ്മുടെ ചെറിയ കൊച്ചു വെബ്സൈറ്റ്, അങ്ങനത്തെയൊക്കെ വർക്കുകൾ. അതിനൊന്നും വലിയ മാർജിൻ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വളരെ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ അൻവറിന്റെ കൂടെ ചില യാത്രകൾ പോകും. ഈ യാത്രകൾ പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുക? നമ്മളെല്ലാം മറക്കും. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കൂടെ ഈ താഴേക്ക് ഇറങ്ങി വന്ന എക്കോ വരുമോ സാറേ? ഇല്ലല്ലോ. ഇതെന്തോ ദൂരെ നിന്നിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു സുഖം കിട്ടുന്നു. ഇപ്പൊ കംഫർട്ടബിൾ ആയില്ലേ? ഓക്കെ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമുക്ക് നമ്മളെന്താ ചെയ്യാം? നമ്മൾ ഏതെങ്കിലും നല്ല സുഹൃത്തിനെ വിളിക്കും. ആ സുഹൃത്തിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം മറക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ അൻവർ എന്ന് പറയുന്നത്. നമ്മൾ ധാരാളം യാത്രകൾ ചെയ്യും. അപ്പൊ ഞാൻ കുറച്ച് സമയത്തേക്ക് എന്ത് ചെയ്യും? എൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മറക്കും. പക്ഷേ അതിനുശേഷം വീണ്ടും ഈ പ്രശ്നം തലയിലേക്ക് വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം, അതായത് അൻവർ ഞാനും ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞാനൊരു ഫേസ് വാഷ് വാങ്ങുമ്പോൾ അവൻ പറഞ്ഞൊരു ഡയലോഗാണ് ഞാൻ ഇന്ന് മൈലേജിലെത്തിയത്. കാരണം ഞാൻ ഫേസ് വാഷ് വാങ്ങുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അവൻ്റെ അളിയൻ, അതായത് അവൻ്റെ പെങ്ങളുടെ ഭർത്താവ് ഒരു സോപ്പ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, നീ കണ്ട ഫേസ് വാഷ് ഒന്നും വാങ്ങി ഉപയോഗിക്കണ്ട, ഒരു പ്രാവശ്യം അത് വാങ്ങി ഉപയോഗിച്ച് നോക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാം എങ്ങനെയാണ്? നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്ത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക? നിങ്ങൾ പറ, എങ്ങനെയാ?
ഉറപ്പായിട്ട് വാങ്ങിക്കൂലേ? ഭയങ്കര ഒരു ഫീൽ ആയിരിക്കൂലേ? അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അത് ഇവിടെ കിട്ടും. അപ്പൊ എന്നോട് പറഞ്ഞു ആളുടെ അളിയൻ എറണാകുളത്താണ്, മുബാരക് എന്ന് പറയുന്ന വ്യക്തി, വൈഫും എറണാകുളത്ത് സെറ്റിൽ ആണ്. അപ്പോൾ 2 ആഴ്ചയൊക്കെ കൂടുമ്പോഴാണ് കണ്ണൂരേക്ക് അവർ വരാറ്. അപ്പം പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാൻ, നിനക്ക് നമ്പർ തരാം. അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ എനിക്ക് നമ്പർ, നീ വിളിച്ച് പറഞ്ഞാൽ പോലെ. അപ്പോൾ അവൻ പറഞ്ഞു ആള് പുതുതായിട്ട് തുടങ്ങിയ ഒരു സംരംഭം, നീ തന്നെ വിളിച്ചാൽ ഭയങ്കര ഹാപ്പി ആവും. ആ ഫസ്റ്റ് കൊക്ക, ഹലോ ഫസ്റ്റ് കൊക്ക നമ്പർ വാങ്ങി ഞാൻ വിളിച്ചു. മുബാറക്ക, ഞാൻ അൻവറിന്റെ ഫ്രണ്ടാണ്, നിങ്ങളൊരു സോപ്പ് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, കണ്ണൂരേക്ക് വരുമ്പോൾ ആ സോപ്പ് ഒന്ന് എടുക്കുമോ? ആകെ ഞാൻ ഇത്രയും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണൂരേക്ക് വരുമ്പോൾ അദ്ദേഹം ആ സോപ്പും അതിന്റെ കൂടെ ഒരു ടൂത്ത് പേസ്റ്റും കൊണ്ട് എന്നെ കാണാൻ പോകും. ഫസ്റ്റ് വിസിറ്റ്, ഹലോ ഫസ്റ്റ് വിസിറ്റ്. അങ്ങനെ സോപ്പും ടൂത്ത് പേസ്റ്റും എനിക്ക് തന്നെ. ഞാൻ എന്തിനു ചോദിച്ചിട്ടില്ല, ടൂത്ത് പേസ്റ്റും ചോദിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ ടൂത്ത് പേസ്റ്റും കൂടി ഉപയോഗിച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ റൈറ്റ്. സാധനം കൊണ്ട് ഉപയോഗിച്ച് നോക്കും, പോയി ഉപയോഗിച്ച് നോക്കുമ്പോൾ നല്ല സാധനം. ഇതുവരെ ഉപയോഗിച്ച പ്രൊഡക്റ്റിനേക്കാൾ